ക്രിസ്മസ് ആശംസകൾ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. അത് അങ്ങനെയാണ് താൻ. മനുഷ്യമക്കളെ നെഞ്ചോളം ചേർത്ത് പിടിച്ച് പിതാവായ ദൈവം സ്വർഗീയ പർദീസ അവന് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന് കരുതി സ്വർഗത്തെ താഴെയിറക്കുവാൻ തിരുവള്ളമായതിൻ്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസ്. തന്നോടൊപ്പമായിരുന്ന സ്വപുത്രനെ ലോകരക്ഷകനായി നൽകുവാൻ തിരുമനസ്സായ പിതാവായ ദൈവത്തിൻ്റെ സ്വയം ദാനവും ലോകത്തിൻ്റെ വിമോചകനായി കടന്നു വരുന്ന രക്ഷകൻ പാദശുശ്രൂഷ ചെയ്യുവാൻ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെ നലം തീർത്ത എളിമയും ഒന്നിച്ചേർന്നപ്പോൾ അവിടെ പൂവിട്ട വസന്തമായാണ് ക്രിസ്മസ് എന്ന് നാം വിളിക്കുന്നത്. ഓരോ ക്രിസ്മസും ഇതുപോലെയുള്ള വിട്ടുകൊടുക്കലും ശൂന്യവൽക്കരണവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ലേ? എന്നിലെ കഴിവുകളും എൻ്റെ സമയവും ആരോഗ്യവും സമ്പത്തും അപരനായി ഞാൻ വ്യയം ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തു ജനിക്കും. അപരനെ ശ്രേഷ്ഠനായി കാണാൻ തക്കവിധം എന്നിലെ അഹം ഇല്ലാതാകുമ്പോൾ അവിടെയും ക്രിസ്തു ജനിക്കുന്നു. ഇപ്രകാരം നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ഓരോ ക്രിസ്മസ് ആഘോഷവും അർത്ഥപൂർണ്ണമാകൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം.